അപ്പോൾ അന്ന് ഈ നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാകും. ഒത്തിരി കൂട്ടുകാരുണ്ട് നാട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വളരെ അടുപ്പമുള്ളൊരു കൂട്ടുകാരനാണ് ആനേറ രാജൻ എന്ന് പറയുന്നത്. കൂട്ടുകാരനാണോ അത് അദ്ദേഹം? കൂട്ടുകാരൻ ശരിക്കും നമ്മൾ എന്നെക്കാൾ ഒത്തിരി നാടകത്തിലൊക്കെ കൂടുതൽ അന്ന് ഷൈൻ ചെയ്യുന്ന ആളാണ് നമ്മളെ ക്ലബിലൊക്കെ നല്ല ഈ നാടക മത്സരമൊക്കെ കഴിഞ്ഞിട്ട് അവതരണ നാടകമുണ്ട്, ഒരു വലിയ നാടകം, മുതിർന്നവരൊക്കെ ചേർന്ന് കളിക്കും. അങ്ങനെയൊക്കെയുള്ള നാടകത്തിൽ മിക്കവാറും അതിഥിയായിട്ട് നമ്മുടെ ക്ലബിലല്ലാത്ത ഒരാളാണ് ഈ ആനരാജൻ ചേട്ടൻ. അപ്പോൾ അങ്ങനെ അതിഥിയായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുകയും നല്ല കോമഡിയൊക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന, അന്ന് മത്സര നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പ്രൈസൊക്കെ തട്ടിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഹാസ്യത്തിൽ കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളതും പിന്നീട് പിൽക്കാലത്ത് പുള്ളി കളിച്ചുകൊണ്ടിരുന്ന നാടകത്തിൽ മത്സരത്തിനാകുമ്പോൾ ആ ക്യാരക്ടർ ചെയ്താൽ പ്രൈസ് എവിടെ ചെന്നാലും ഹാസ്യം തന്നെ ഉറപ്പാണ്, പുള്ളി അത് കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് വേണ്ടി ബോധപൂർവം 1-2 വേദി ഒഴിഞ്ഞു തന്നിട്ടുമുണ്ട് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി. സുരൻ എന്നാ അന്ന് തന്നെ എല്ലാവരും പറയണം, സുരൻ ചേട്ട എന്ന് ശരിക്കും പറഞ്ഞില്ലെങ്കിൽ പോലും പുള്ളി ഒഴിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു ആത്മബന്ധം തന്നെയാണല്ലോ അപ്പോൾ ഈ ആനേറ രാജനായിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമാഗമ വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതെ പറ്റില്ല. അദ്ദേഹം ഇവിടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആനേറ രാജൻ. അപ്പോൾ ഇന്ദ്രൻസ് ഇങ്ങനെ സാറിനെ കുറിച്ച് പറഞ്ഞു. ആനേറ രാജൻ വളരെ അടുത്ത ബന്ധമുള്ളൊരു നാടക പ്രവർത്തകനാണ്, നാടക നടനാണ്, ഹാസ്യ വേഷങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ദ്രൻസിന് വേണ്ടിയിട്ട് വേദി ഒഴിഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് സാധാരണ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പോലീസുകാരൻ്റെ വേഷമായിരുന്നു. പോലീസുകാരൻ്റെ വേഷം. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്? എനിക്ക് തോന്നുന്നു ഇതുപോലെ ഈ നാടക റിഹേഴ്സലൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അതുമായിട്ട് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ കൂട്ടത്തിലൊരു MA കെനി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, ഡയറക്ടർ. അങ്ങനെ പുള്ളിയും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ എനിക്കൊരു സ്റ്റേജിൽ പോകാൻ പറ്റാതായി. അങ്ങനെ ആ സ്റ്റേജിലേക്ക് പുള്ളിയെ അങ്ങനെയാണ് സക്സസ് ആയി. അവിടെ പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇന്ദ്രൻസിന് നാടകവേദിയിൽ ഇപ്പോൾ സിനിമയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ചിലതൊക്കെ നമുക്കൊക്കെ അങ്ങോട്ടും കൂടെ അറിയാം, നമുക്കതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് നാടകവേദിയിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ? അബദ്ധവും നമുക്ക് മറക്കാൻ പറ്റാത്തതും നാണം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു നാടകം ഒരുപാട് സ്ഥലത്ത് കളിച്ചാൽ എവിടെ ചെന്നാലും ഫസ്റ്റ് അവതരണമൊക്കെ ഞങ്ങളുടെ ടീമിന് തന്നെ കിട്ടുമായിരുന്നു. ഒരു സ്ഥലത്ത് ചെന്നിട്ട് അന്ന് നല്ല മൂഡുമായിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു, ലൈറ്റൊക്കെ വർക്ക് ചെയ്ത്, നമ്മുടെ ബാലഭവൻ രാജൻ എന്നൊക്കെ പറഞ്ഞൊരു ലൈറ്റ് ചെയ്യണ ആളാണ്. അപ്പോൾ നന്നായി. അതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും ജഡ്ജസൊക്കെ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നു. അതിൽ ഞാനൊരു നല്ല കാര്യം, ഒരു വയസ്സൻ നൂറൊന്നും നിൽക്കാൻ വയ്യാത്ത എൻ്റെ ആസ്മയും ചുമയൊക്കെ ഉള്ളൊരു വൃദ്ധനാണ്. അപ്പോൾ ഒരു മുണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ അവശനാണ്. അപ്പോൾ മോളെ ഇങ്ങനെ തെരുവിലൂടെയൊക്കെ ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവൾ വന്നിട്ട് തകർന്നച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തോളത്ത് വീണ് കരഞ്ഞിട്ട് അവളിങ്ങനെ ഊർന്ന് വന്ന് കാൽക്കല് നിൽക്കണം. അവിടെയാണ് ക്ലൈമാക്സ്. ഇത് ഞാൻ നിന്ന് മാട് പോലെ കരയാണ്, ആൾക്കാരൊക്കെ ഭയങ്കര ചിരി, ജഡ്ജസൊക്കെ കുനിഞ്ഞിരുന്നൊക്കെ ചിരിക്കുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നാടകം തീർന്നു. ആകെ വിഷമിച്ചു. പിന്നെ കുറച്ച് നോക്കിയപ്പോൾ ഈ പെണ്ണ് എൻ്റെ മുണ്ടും കൂടെ അഴിച്ചോണ്ട് പോയി താഴോട്ട് മുണ്ട്. അപ്പം ഞാനിത് അറിയണില്ല, എവളവിടെ ഇരുന്നുകൊണ്ട് മുണ്ടെടുത്ത് ഉയർത്തുന്നുണ്ട്, മനസ്സിലാവില്ല. അത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ തയ്യക്കാരനും കൂടെ ആയതുകൊണ്ടേ നല്ല ചുവന്ന നിക്കറൊക്കെ ഇട്ട് അതിൽ മറ്റേ ലേസൊക്കെ വെച്ച് രണ്ടിങ്ങനെ പോക്കറ്റൊക്കെ വെച്ചാണ് അടിയിലിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കിളവൻ ഈ നിക്കറും കൂടെ കാണുമ്പോഴത്തേക്കുള്ള ഇതായിരുന്നു അറിയണതില്ല. അങ്ങനെ ആ നടിയുടെ പേര് ഓർമ്മയുണ്ടോ? നടിയുടെ പേര് ഓർമ്മയുണ്ട്, അവരിപ്പോഴുണ്ട്. ഇപ്പോഴുണ്ട്, അതുകൊണ്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും അവർ ഈ സമാഗമം കാണുന്നുണ്ടെങ്കിൽ അവർ ചിരിച്ചോളൂ. അല്ല, ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ ഒരു സൗഹൃദം നാടകരംഗത്ത് നിന്നാണെന്ന് പറഞ്ഞു. അന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇദ്ദേഹം സിനിമയിൽ വന്നിങ്ങനെ വലിയ നടനാവുന്നു? അല്ല, അതുമായിട്ട് അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട്
തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തും എന്നുള്ളതാണ്. അത്ര ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ഞാനൊരു സംഘചേതന ട്രൂപ്പിൽ തിരുവനന്തപുരത്ത് കളിക്കുമ്പോഴത്തേക്കും ഒരു മാസത്തിന് മുമ്പ് ഞാൻ തയ്ക്കാൻ വേണ്ടി ഒരു ഷർട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വിളിച്ച് പറഞ്ഞു, ഇന്ന് കാർത്തിരുന്നാളിൽ നാടകമുണ്ട്. ആ ഷർട്ടും കൊണ്ട് പുള്ളി അവിടെ വന്നിരുന്നു നാടകം. അത്ര ആത്മാർത്ഥമാണ്. നാടകം കാണേണ്ട ഒരു ഉദ്ദേശമായിരുന്നു. അതെ 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 ഷർട്ട് നേരത്തെ കൊടുക്കായിരുന്നു. ആ കേരളത്തിലകത്ത് കയറാം. എനിക്ക് ഫൈനാൻസ് സൊസൈറ്റി ഫൈനാൻസിൻ്റെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ റെഡിയാക്കിയില്ല. നാടകത്തിൽ ഇടാനുള്ള ആവശ്യമുള്ള ഷർട്ടായിരുന്നു. അതെ. അപ്പോഴേ നമ്മളൊക്കെ വിചാരിച്ചു ആള് അല്ലെങ്കിൽ നാളെ എത്തും. അപ്പൊ അന്ന് ഇതിനേക്കാളൊക്കെ മെലിഞ്ഞിട്ടായിരിക്കുമല്ലോ, വളരെ മഞ്ഞിട്ട് വല്ലാത്തൊരു രൂപമായിരിക്കും. അപ്പോൾ പൊതുവേ ഇന്ദ്രൻസിന് തന്നെ അറിയാമായിരിക്കും, ഈ രൂപം തന്നെ ആയിരിക്കാം അല്ലേ ഒരു പക്ഷേ നാട്ടിൽ. ഞാൻ കണ്ണാടി നോക്കി കരഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. എവിടെയോ അണ്ണൻ കളിക്കുന്ന നാടകം എപ്പോഴൊക്കെ വരും, 1-2 സ്ഥലത്തുനിന്ന് കോമഡിക്കുള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ പോയത് എനിക്കൊരു പുത്തൻതോപ്പിൽ എവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ കാലടി ജയൻ ചേട്ടനൊക്കെയായിരുന്നു ജഡ്ജി, ഫ്രെഡി എന്നൊക്കെ പറയുന്നതാണ് അവർ. അപ്പോൾ അതിലാകണ്ട് ജഡ്ജ് അവർ വേറൊരാളാണ്, ചെറിയ രാമകൃഷ്ണൻ ആരോ പറഞ്ഞപ്പോഴത്തേക്കും ജഡ്ജിൻ്റെ വായിച്ചതിൽ സംവിധായകൻ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടു, പോലീസുകാരനായിട്ട് അഭിനയിച്ചാൽ അതിന് യാതൊരുവിധ ശാരീരിക യോഗ്യതയും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് ജിമ്മിലൊക്കെ പോയി തടി വയ്ക്കണമെന്നൊക്കെ തീരുമാനിച്ചത്. അങ്ങനെയാണ്. എന്നിട്ട് തടി വെച്ചോ? അയ്യോ കൂടാ ഒരു അരിയില്ല. ആ ശരീരം തന്നെയായിരുന്നു ഒരു പരിധിവരെ സിനിമയിലോട്ട് ഒരു കാരണമായിരുന്നു. അതിപ്പോ ചില നടന്മാർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാറുണ്ട്. മാമുക്കോയ പിന്നീട് തോന്നിയിട്ടുണ്ട് ഞാൻ അതൊരു കാരണമാണ്. ഒരുപാട് ഞാൻ എന്നെ ശരീരത്തിന് ഒരുപാട് പീഡിപ്പിച്ചല്ലോ എന്ന് പിന്നീട് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ശരീരമാണ് എൻ്റെ അന്നമായി മാറിയത്. ഇപ്പൊ അഭിമാനം തോന്നുന്നുണ്ട് ഈ ശരീരത്തിന്. പക്ഷെ അങ്ങനെ ആവും തോന്നുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വയറ് കൂടി വരും. അത് ശരി. ഞാൻ ഇച്ചിരി ഭക്ഷണം കുറയ്ക്കുമ്പോൾ കവിള് കുറച്ച് റോട്ടി പോകും, വയറങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ടു. എങ്ങനെ വേറെടുത്ത് വെച്ച് കാണാം. ഇനിയിപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നാടക അനുഭവങ്ങളെ കുറിച്ച് അതിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നാടകം കഴിഞ്ഞു, ഞാൻ പിന്നെ വിവാഹിതനായി. അത് കഴിഞ്ഞ് പിന്നെ നേരെ കുറേ നാൾ TV സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചാൾ അതിന് നടന്നു. സിനിമയിൽ അഭിനയിക്കാൻ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ഇന്ദ്രൻസിനോട് ചോദിക്കാറുണ്ടോ ചാൻസ് വാങ്ങിച്ചു? അങ്ങനെ ചാൻസ് വാങ്ങിച്ചു കൊടുക്കാത്തതിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ വന്നിരിക്കില്ലായിരുന്നല്ലോ ഇപ്പോൾ കൂടെ. ഇന്ദ്രൻസ് അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതാണ്? ആദ്യകാലങ്ങളിൽ അഭിനയിച്ച സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ ജയറാമിനോടൊപ്പം രാജസേനൻ്റെ പടങ്ങൾ. അതിനുശേഷം പിന്നെ അതുപോലെ ഒരു നല്ല വേഷം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ കോമഡി മാത്രമല്ല, ഇന്ദ്രൻസ് വളരെ സീരിയസ് ആയിട്ടും ചില പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അധികം പടത്തിൽ അഭിനയിച്ചിട്ടില്ല, അത് വേറെ സത്യം. പച്ചക്കുതിരയുടെ നല്ല വേഷം, അത് ഹ്യൂമറായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും ഒരു നടനെ കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ദ്രൻസിനെ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്കും പരിചയപ്പെടുത്താൻ അറിഞ്ഞോ അറിയാതെയോ പങ്കുവച്ചിട്ടുള്ള സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമാഗമ വേദിയിൽ താങ്കൾ വന്ന് ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ അധികം സന്തോഷം.